യെസ്, അത് തന്നെ പഞ്ഞിമിഠായി. അത് കഴിക്കാൻ എനിക്കൊരു മോഹം. കിട്ടാൻ വല്ല വഴിയുണ്ടോടാ? ഇടം കണ്ടിട്ട് പറയുന്നവനെ കണ്ടതും ആനിൻ്റെ ഉള്ള ധൈര്യവും ചോർന്നു പോയി. ചുണ്ടിനു മീതെ വിയർപ്പ് കണങ്ങൾ പൊടിഞ്ഞു. ആ, ഇനി പറയൂ, എന്താ കാര്യം? ദേവ് ഗൗരവം ഒട്ടും കുറച്ചില്ല. അവളുടെ ആ വിറയിൽ അവനിൽ പ്രണയം നിറക്കുന്നുണ്ടായിരുന്നു. തന്നെ മനഃപൂർവ്വം ടെൻഷനിടിപ്പിക്കാനാണ് ആളുടെ ശ്രമം. വിട്ടുകൊടുക്കാൻ അവളും തയ്യാറല്ലായിരുന്നു. ആൻ ധൈര്യം വീണ്ടെടുത്ത് പറയാൻ തുടങ്ങി. അത് പിന്നെ ഈ കോളേജിൽ ദൂരെ നിന്ന് വരുന്ന ഒരുപാട് കുട്ടികളുണ്ട്. അവർ പല ഭാഗത്തു നിന്നാണ് വരുന്നത്. ടൗൺ വരെ അവർ വലിയ ബുദ്ധിമുട്ടില്ലാതെയാണ് വരുന്നത്. പക്ഷെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ ഭയങ്കര പാടാണ്. പ്രൈവറ്റ് ബസ്സിൻ്റെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ സഹിച്ചാണ് അവർ ഇങ്ങോട്ട് പഠിക്കാൻ വരുന്നത്. ഈ റൂട്ടിലധികം ബസ് സർവീസ് നടത്തുന്നില്ല. ഏതെങ്കിലും ടൈമിൽ മാത്രമേ ബസ്സുള്ളൂ. ഇവിടെ പഠിക്കുന്നതിൽ 75% പണക്കാരുടെ മക്കളാണ്. അവർക്ക് സ്വന്തം വണ്ടിയുണ്ട്, അല്ലെങ്കിൽ വീട്ടുകാരെ ആരെങ്കിലും ഡ്രോപ്പ് ചെയ്യും. എന്നാലും ബാക്കി വരുന്ന 25% ആൾക്കാർ ബസ് ആശ്രയിച്ച് വരുന്നവരാണ്. ഇനിയിപ്പോൾ ഒരു സ്കൂട്ടി എടുക്കാമെന്ന് വെച്ചാൽ ഫസ്റ്റ് ഇയേഴ്സിലെ കുട്ടികൾക്ക് ലൈസൻസ് എടുക്കേണ്ട പ്രായം ആവുന്നതേ ഉള്ളൂ. പെൺകുട്ടികളാണ് ഈ പ്രശ്നം കൂടുതലും അനുഭവിക്കുന്നത്. ചില കുട്ടികൾക്ക് വൈകിയെത്തുന്നത് കാരണം ആദ്യത്തെ പീരീഡൊക്കെ നഷ്ടപ്പെടാറുണ്ട്. ഞങ്ങളുടെ ക്ലാസ്സിൽ തന്നെ ഒരുപാട് പെൺകുട്ടികൾക്ക് ഈ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്. ഞങ്ങൾ ഒരുപാട് തവണ പ്രിൻസിപ്പലിനോട് ഇക്കാര്യം സൂചിപ്പിച്ചതാണ്. ഇതുവരെ ആയിട്ടും അനുകൂലമായൊരു മറുപടി കിട്ടിയില്ല. ആദ്യം ഉണ്ടായിരുന്ന പേടിയൊക്കെ മാറ്റി തൻ്റെ മുഖത്തേക്ക് നോക്കി ധൈര്യത്തോടെ പറയുന്നവളെ ദേവി മച്ചിമാതെ നോക്കി നിന്നു. ഷെടാ, ഇവൾക്ക് ഇത്രയും ധൈര്യത്തോടെ ഇതൊക്കെ പറയാൻ പറ്റൂലേ? ഞാനായിരുന്നു കയ്യിൽ നിന്ന് പോയേനെ. ആൻ ദേവനോട് പറയുന്നത് കണ്ട സെലിൻ വിചാരിക്കുവാണ്. കെട്ടിയോളുടെ പെർഫോമൻസ് കണ്ട് കെട്ടിയോന് റൊമാൻസ് വന്നു എന്നാണ് തോന്നുന്നത്. അവിടെ ഇരിക്കുന്ന മറ്റേ പാട്ടിക്ക് കണ്ട പരിചയം പോലില്ലല്ലോ. ദുഷ്ടൻ, കാണിച്ചു തരാടാ പട്ടി. ശിവനെ നോക്കി അവൾ പിറുപിറുത്തു. ദേവൻ പെട്ടെന്ന് തന്നെ അവളിൽ നിന്നുള്ള നോട്ടം പിൻവലിച്ചു പറഞ്ഞു. നിങ്ങളുടെ ആവശ്യം ന്യായമാണെന്ന് തോന്നിയത് കൊണ്ട് ഞാനും ഈ തീരുമാനത്തോട് അനുകൂലിക്കുന്നു. ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? ദേവ് ചോദിച്ചത് കേട്ടതും സെലിൻ ആനിനൊന്ന് തോണ്ടി. ഇടി, മറ്റേ കാര്യം പറ, സെലിബ്രിറ്റിയുടെ കാര്യം. കെട്ടിയോനിപ്പോൾ നല്ല മൂടില്ല, പെട്ടെന്ന് പറഞ്ഞു. ഒന്ന് പോടി, ഇത് തന്നെ എങ്ങനെ പറഞ്ഞതെന്ന് എനിക്കറിയൂ. എന്നാൽ രാത്രി ഒരു ഉമ്മയൊക്കെ കൊടുത്ത് അല്പം റൊമാൻറ്റിക്കായി പറഞ്ഞാലും മതി, സെലിൻ ആനിനോട് പതുക്കെ പറഞ്ഞു. ഇത് കണ്ട ദേവൻ, വന്നപ്പോൾ തൊട്ട് ഞാൻ നിങ്ങളെ ശ്രദ്ധിക്കുന്നതാ. രണ്ടാളും തമ്മിൽ ഒരടക്കം പറച്ചിൽ. കുറച്ചുകൂടി ഉറക്കെ പറഞ്ഞാൽ എന്നെ കൊണ്ട് പറ്റുന്നതാണേ ഞാൻ ചെയ്തു തരാം. ദേവൻ്റെ മുഖത്തെ പുഞ്ചിരിയും ആ സംസാരത്തിലെ സൗമ്യതയും കണ്ട് സെലിൻ പെട്ടെന്ന് പറഞ്ഞു. പറഞ്ഞോട്ടെ സാർ. പിന്നെന്താ, പറ. അത് സാർ, ഇത്തവണ ആനുവൽ ഡേക്ക് ഒരു ഫിലിം സ്റ്റാറിനെ ചീഫ് ഗസ്റ്റായി കൊണ്ടുവരണം എന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം. പ്രത്യേകിച്ച് ഇവളുടെ. ആനിനെ ചൂണ്ടി പറഞ്ഞതും ആൻ സെലിനെ ദഹിപ്പിച്ചു നോക്കി. ഞാൻ കരുതി കൊച്ചു കോഷിയുടെ മോളാണെങ്കിലും ഇത്തിരി വിവരമുള്ള കൂട്ടത്തിലാണെന്ന്. ബിടെക്കും ഫിലിമും തമ്മിൽ എന്താ ബന്ധം? ഒരു ചീഫ് ഗസ്റ്റ് എന്ന് പറയുമ്പോൾ അയാൾക്കൊരു സ്പീച്ചൊക്കെ നടത്താനുള്ള അവസരം നമ്മൾ കൊടുക്കുന്നുണ്ട്. അതിലൂടെ അവർ നിങ്ങൾക്കൊരു നല്ല മെസ്സേജ് പാസ് ചെയ്യുക എന്നതാണ് നമ്മുടെ ഉദ്ദേശം. സിനിമക്കാർ വന്നിട്ട് ഇവിടെ എന്ത് മെസ്സേജ് പാസ് ചെയ്യാനാ? അയ്യോ സാർ, ബിടെക്കുകാരായ സിനിമക്കാരുണ്ടല്ലോ, അവരെ കൊണ്ടുവന്നാൽ മതി. നമ്മുടെ ടോവിനോ, നിവിൻ പോളി, വിനീത് ശ്രീനിവാസൻ, സണ്ണി വെയിൻ, ഇന്ദ്രജിത്ത്, അജു വർഗീസ്, ഇവരൊക്കെ ബിടെക്കുകാരാ. ഇവരിൽ ആരെയും കൊണ്ടുവന്നാൽ മതി. എന്നാലും ടോവിനോ ആയാലേ ഒന്നുകൂടി കളറാവും. ആൻ ഒരു ടോവിനോ ഫാനാണ് കേട്ടോ. ആര് പറഞ്ഞു എന്ന രീതിയിൽ ആൻ അവളെ ഒന്ന് നോക്കി. ആൻ പതുക്കെ മമ്മൂക്ക ഉയരെ എന്ന് പറഞ്ഞതും സെലിൻ ഒന്ന് കണ്ണടച്ച് കാണിച്ചു. സെലിൻ്റെ പറച്ചിൽ കേട്ട് ശിവൻ കിളിപ്പോയി നിൽക്കുവാണ്. ദേവനാണെങ്കിൽ ഇതെന്തിൻ്റെ കുഞ്ഞാണാവോ എന്ന പോലെ അവളെ നോക്കിപ്പോയി. ശരി ശരി, നമുക്ക് പരിഗണിക്കാം, ഇപ്പം നിങ്ങൾ പോയിക്കോ എന്ന് പറഞ്ഞതും സെലിൻ ദേവിനോട് താങ്ക്സ് പറഞ്ഞ് പോവാനൊരുങ്ങി. പിന്നെ സാർ പറഞ്ഞില്ലേ പഞ്ഞിമിഠായി, ദോ അവിടെ കോളേജിൻ്റെ ഫ്രണ്ടിലെ വൈകുന്നേരം ആകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് കേട്ടോ. അത് കേട്ടതും ദേവിന് ചിരി വന്നു പോയി. അവൻ ചിരിക്കുന്നത് കണ്ടതും ഞാൻ അവനെ നോക്കി പേടിപ്പിച്ചു മുറിവിട്ടിറങ്ങി. ആൻ നേരെ പോയത് ക്ലാസ്സിലേക്കാണ്. സെലിന് പിന്നാലെ ശിവന് മെല്ലെ പുറത്തിറങ്ങി. അവളുടെ കയ്യും പിടിച്ച് ആരും കാണാത്തൊരു ഭാഗത്തെത്തി. എന്ത് ധൈര്യത്തിലാണ് ഏഷ്യൻ പെയിൻറ്റിൽ കുളിച്ച് അങ്ങോട്ട് കെട്ടിയെടുത്തത്? ശിവൻ അവളെ ദഹിപ്പിച്ച് നോക്കി ചോദിച്ചു. സത്യം പറയണോ അതോ കള്ളം പറയണോ? ഓ, അപ്പോൾ എന്നോട് കള്ളം പറയാറുണ്ടല്ലേ? ഇതുവരെ ഇല്ലായിരുന്നു, ഇനി പറഞ്ഞെന്ന് വരാം. അവിടെ ഇരിക്കുമ്പോഴേ ഒടുക്കത്തെ ജാടയായിരുന്നല്ലോ. ഇല്ല, ഞാൻ അവിടെ നിന്ന് ദേവേട്ടൻ്റെ മുന്നിൽ വെച്ച് കെട്ടിപ്പിടിച്ച് ഒരുത്ത് ഉമ്മ തരണമായിരുന്നോ? ഞാൻ അങ്ങനെ പറഞ്ഞോ? ഒന്ന് ചിരിക്കായിരുന്നു. ആൾക്കാർ ചുമ്മാ ഓരോന്ന് പറയുന്നതല്ലേ. ദേവേട്ടൻ എന്തോരു നല്ല മനുഷ്യനാണ്. ആ മുഖത്തെ ചിരി, സൗമ്യത, അതൊക്കെ കണ്ടാൽ മതി. അപ്പോൾ പൊട്ടിയടിച്ചിറങ്ങിയത് അങ്ങേരെ വായി നോക്കാനാ? സത്യം പറഞ്ഞാൽ വായി നോക്കാൻ തന്നെയാണ് വന്നത്. പക്ഷെ അവിടെ ശിവേട്ടനെയും ദേവേട്ടനെയും പ്രതീക്ഷിച്ചില്ല. എല്ലാവരും പറയുന്നത് കേട്ടു സിയോ ഭയങ്കര ഗ്ലാമറാണെന്ന്. അപ്പോൾ ഒന്ന് കണ്ടേക്കാന്ന് കരുതി വന്നതാ. അവിടെ വന്നപ്പോഴാണ് നിങ്ങളെ രണ്ടുപേരെയും കാണുന്നത്. അതോടെ എൻ്റെ കയ്യിൽ നിന്ന് പോയി. ഓ, അപ്പോൾ മറ്റാരെയും പ്രതീക്ഷിച്ചു വന്നതല്ലേ?
പോയി ആ മുഖം കഴുകിയിട്ട് വാടി പുട്ടിപ്പിശാശേ. ആ ആനിനെ കണ്ട് പഠിക്ക്. അവൾ ഇതൊന്നും ഇടില്ല. അങ്ങനെ കാണാനേ നല്ല ഭംഗിയാ. ഇതൊക്കെ വാരത്തേച്ചാലേ ഉള്ള ഭംഗി പോവും. ദേവേട്ടനെ നിങ്ങളെക്കാൾ ചുള്ളനാ. ആ കട്ട താടിയും മീശയും ആ ചിരിയും. ഓ തീ തീ. സെലിനും വിട്ടുകൊടുത്തില്ല. അത് കലിപ്പൻ ലുക്കാണ്. ഒരു ടൈമിൽ കലിപ്പന്മാരെ നെഞ്ചിലെത്തുന്ന പെണ്ണുങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ അവർ ഫീൽഡ് ഔട്ടായി. ഞാനങ്ങനെയല്ല, ചോക്ലേറ്റ് ഹീറോ ആണ്. ഈ ലുക്ക് ഒരിക്കലും ഔട്ടാവില്ല. ഓ ഒരു ചോക്ലേറ്റ് ഹീറോ കണ്ടേച്ചാലും മതി. അതെന്താണ് നിനക്കെന്നോടൊരു പുച്ഛം എന്നും പറഞ്ഞ് അവളുടെ ഇടുപ്പിൽ കൈയിട്ട് ചേർത്ത് പിടിച്ചു. ശിവേട്ട വിട്, ആരെങ്കിലും കാണും. പറ, എന്നെ കാണാൻ കൊള്ളില്ലേ? എന്നെ കളിയാക്കി എന്തിനാ? അതുകൊണ്ടല്ലേ ഞാൻ അങ്ങനെ പറഞ്ഞത്. എടേ നിനക്ക് മേക്കപ്പ് ഇടാതെയാ ഭംഗി. അത് നിങ്ങൾക്കെങ്ങനെ അറിയും? ഞാൻ കണ്ടതാണല്ലോ. എന്ത്? നിന്റെ സൗന്ദര്യം? എപ്പോ? നീ ഉറങ്ങുമ്പോൾ. എങ്ങനെ? നിന്റെ മുറിയിൽ വന്നിട്ട്. എങ്ങനെ വന്നു? മതിൽ ചാടി വന്നു. എന്നിട്ട് ഞാൻ കുറേ നേരം അങ്ങനെ നോക്കി നിന്നു. എന്തിന്? എനിക്ക് കണ്ണെടുക്കാൻ തോന്നാത്തോണ്ട്. എവിടുന്ന്? നിന്റെ മുഖത്ത് നിന്നല്ല. പിന്നെ? സെലിൻ്റെ ചോദ്യം കേട്ട് ശിവൻ പോക്കറ്റിൽ നിന്നും ഫോൺ എടുത്തതിലെ ഗാലറിയിൽ നിന്നും അവൾ ഇറങ്ങുന്ന ഒരു ഫോട്ടോ എടുത്ത് അവൾക്ക് കാണിച്ചു. നിന്റെ ഈ വെളുത്ത വയറിൽ നിന്നാണ് കണ്ണെടുക്കാൻ തോന്നാത്തത്. ആ ഫോട്ടോ കണ്ടതും സെലിൻ അവനെ ദഹിപ്പിച്ചു നോക്കി. അയ്യേ ദുഷ്ട, അത് ഡിലീറ്റ് ആക്കിക്കേ. ഏയ്, എനിക്കിതെന്നും കണ്ടുകൊണ്ടിരിക്കണം. കിടക്കാൻ നേരം ഇതുപോലുള്ള കോസ്റ്റ്യൂമാണ് എന്ന് ഇടാറുള്ളത്. വെരി നൈസ്. ആ വയറും പിന്നെ. അയ്യോ വേണ്ട, ബാക്കി പറയണ്ട എന്നും പറഞ്ഞ് അവൻ്റെ വാ പൊത്തി പിടിച്ചു. അന്നേരം ഇരുവരുടെയും കണ്ണുകൾ തമ്മിൽ കൊരുത്തു. അവൻ്റെ നോട്ടം കണ്ടതും അവൾ നോട്ടം പിൻവലിച്ചു. ശിവനും അവളിൽ നിന്നുള്ള പിടി അയച്ചു അകന്നു മാറി. ശരി, ഞാൻ ഡിലീറ്റ് ആക്കിയേക്കാം എന്നും പറഞ്ഞ് അവൻ ആ ഫോട്ടോ ഡിലീറ്റ് ആക്കി. പിന്നെ ഇനി ഈ പുട്ടിയടിച്ച് നിന്നെ കണ്ട എനിക്ക് നിന്നെ അങ്ങനെ കാണാനാണ് ഇഷ്ടം. ഇനി ഒരു ദിവസം ഞാൻ മതിൽ ചാടി വരുന്നുണ്ട്. നിന്റെ മേക്കപ്പ് ഐറ്റംസ് എടുത്തു കൊണ്ടുവന്നേ, കത്തിക്കും ഞാൻ എന്നും പറഞ്ഞ് അവളെ ഒന്ന് ദഹിപ്പിച്ച് നോക്കി നടക്കാനൊരുങ്ങി. മോനെ ദാസ, ഒന്ന് നിന്നേ. ആനോട് എന്തെങ്കിലും പറഞ്ഞിരുന്നോ? ഞാനൊന്നും പറഞ്ഞില്ല. ശിവനൊന്നും അറിയാത്തതുപോലെ പറഞ്ഞു. എന്തോ എവിടെയോ ചീഞ്ഞ് നടന്നത് പോലെ. ഞാൻ കണ്ടുപിടിച്ചോളാം. എവിടെ എൻ്റെ ഡയറി മിൽക്ക്? ഓ, ഞാനത് മറന്നു. ദാ പിടിച്ചോ എന്നും പറഞ്ഞ് അവൾക്ക് വലിയൊരു ഡയറി മിൽക്കിൻ്റെ പാക്കറ്റ് നീട്ടി. ഇതിപ്പോൾ അങ്ങോട്ടും ഇതൊക്കെ വാങ്ങിക്കൂട്ടുന്നു എന്നല്ലാതെ ഇങ്ങോട്ടൊന്നും ഇല്ലല്ലോ വിജയ. അതെ, നമ്മുടെ കാര്യത്തിൽ എൻ്റെ അപ്പൻ സമ്മതിക്കുമോ എന്ന് എനിക്ക് നല്ല ഡൗട്ടുണ്ട്. അപ്പം നമ്മൾ തമ്മിൽ ടച്ചിങ്സ് ഒക്കെ ആയാൽ ഞാൻ ചീത്തയായി പോയില്ലേ? പിന്നെ എനിക്ക് കുറ്റബോധം കൊണ്ട് വേറൊരുത്തിൻ്റെ മുഖത്തേക്ക് നോക്കാൻ പറ്റുമോ? അതുകൊണ്ടാണേ, ഒന്നും തോന്നല്ലേ. ഓ, അപ്പം എനിക്ക് തേപ്പ് കിട്ടാൻ ചാൻസ് ഉണ്ടല്ലേ? ഈ ഡയറി മിൽക്കിൻ്റെ ക്യാഷൊക്കെ ഞാൻ കുറിച്ച് വെച്ചിട്ടുണ്ട്. വെറും ഡയറി മിൽക്കല്ല, സിൽക്ക് ബബ്ലിയാണ്. അവസാനം ഒരു ബില്ലങ്ങോട് തരും ഞാൻ. ആ ഫോട്ടോയും ഇനി എൻ്റെ കയ്യിൽ കിടപ്പുണ്ട് ട്ടാ. ഓ, ബ്ലാക്ക് മെയിൽ. എനിക്കത് ഗ്രാസാണ് മോനെ, ഗ്രാസ്. നീ കോഴിയുടെ മോള് തന്നെയാണ് കോപ്പേ എന്നും പറഞ്ഞ് അവൻ അവിടെ നിന്ന് വീണ്ടും നടക്കാനിറങ്ങി. ശിവേട്ടാ, ഐ ലവ് യു ഉമ്മ. പിറകിൽ നിന്നും ഒരു ഐ ലവ് യു ഫ്ലൈയിങ് കിസും കൊടുത്ത സെലിനെ കണ്ടതും അവൻ പോടി എന്നും പറഞ്ഞ് പുറംതിരിഞ്ഞ് നടന്നു. അടുക്കളയിൽ കാര്യമായ ഡിന്നർ പ്രിപ്പറേഷനിലാണ് ആൻ. ഇന്ന് താനുണ്ടാക്കിക്കോളാം എന്ന് ആൻ പറഞ്ഞതുകൊണ്ട് ജാനുവച്ചി രാത്രിക്കുള്ള ഫുഡ് ഉണ്ടാക്കിയിരുന്നില്ല. പനീർ ബട്ടർ മസാലയും ബട്ടർ നാനുമാണ് അന്നവൾ ഉണ്ടാക്കിയത്. ദേവിൻ്റെ ഫേവറേറ്റാണ് രണ്ടും. ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞ് കിച്ചൺ ക്ലീൻ ചെയ്യുന്ന തിരക്കിലാണ് ആൻ. ഇന്ന് പട്ടിണി കിടക്കേണ്ടി വരുമോ? പിറകിൽ നിന്നുള്ള ദേവിൻ്റെ ശബ്ദം കേട്ടതും ആൻ ഒന്നും മിണ്ടിയില്ല. അവൾ തൻ്റെ ജോലി തുടർന്നു. ഹേയ് പഞ്ഞിമിഠായി, ഞാനൊരു തമാശ പറഞ്ഞതാ. എൻ്റെ മൂക്കിലേക്ക് നിൻ്റെ കറിയുടെ മണമടിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് പോലും. അപ്പോൾ ഫുഡ് കിടലായിരിക്കും എന്നെനിക്ക് ഉറപ്പുണ്ട്. അല്ല, ഇന്നെന്താ ഇങ്ങനെ തോന്നാൻ? അവളെ പിറകിൽ കൂടി പുണർന്നുകൊണ്ട് ദേവ് ചോദിച്ചു. എനിക്കങ്ങനെ തോന്നി, അതുകൊണ്ടുണ്ടാക്കി. നിങ്ങൾ മാറിക്കാൻ, ഞാൻ ആകെ വേർതിരിക്കുക. ഞാൻ കുളിച്ചിട്ട് വരാം എന്നും പറഞ്ഞവൾ അവനിൽ നിന്ന് അകന്നു മാറാനൊരുങ്ങവേ ദേവ് അവളെ പിടിച്ചു നിർത്തി. നിനക്കുള്ള ഡ്രസ്സ് ഞാൻ ബെഡിൽ എടുത്തു വെച്ചിട്ടുണ്ട്, അതിട്ട് വന്നാൽ മതി. അത് കേട്ടതും അവൻ അവളെ ഒന്ന് നോക്കി. ആ നോട്ടത്തിനർത്ഥം മനസ്സിലായതും അവൻ അവളെ വലിച്ച് നെഞ്ചിലേക്കിട്ട് കാതോരം പതുക്കെ പറഞ്ഞു. എനിക്കിന്ന് ഈ പഞ്ഞിമിഠായി മുഴുവനായി കഴിക്കാനൊരാഗ്രഹം. അത് കേട്ടതും അവളുടെ ഹൃദയം ഇപ്പോൾ പൊട്ടു എന്ന പോലെയായി. എന്ത് പറയണം എന്നറിയാതെ അവളുടെ മുഖം താഴ്ന്നു വന്നു. അവളുടെ താടിത്തുമ്പ് പിടിച്ചുയർത്തി അവളുടെ കണ്ണുകളിലേക്ക് ആഴ്ന്നിറങ്ങിക്കൊണ്ട് ചോദിച്ചു, സമ്മതാണോ? വീണ്ടും അവളിലെ മൗനം കണ്ടതും അവൻ പറഞ്ഞു, നീ ഓക്കെ അല്ലെങ്കിൽ വേണ്ട, ഞാൻ നിർബന്ധിക്കുന്നില്ല എന്ന് പറഞ്ഞതും അവൻ അവളെ ഇറക്കെ പുണർന്നു. അവളുടെ ആ പ്രവൃത്തി മതിയായിരുന്നു അവളുടെ മനസ്സിൽ എന്താണെന്ന് അവന് മനസ്സിലാക്കാൻ. കുളി കഴിഞ്ഞ് അവൻ സമ്മാനിച്ച വെളുത്ത നിറത്തിലുള്ള നെറ്റ് സാരി എടുത്ത് കണ്ണാടിയുടെ മുന്നിൽ നിന്ന് മുടി ഉണക്കുകയായിരുന്നു ആൻ. അപ്പോൾ അവളുടെ മനസ്സിൽ സംഘർഷങ്ങൾ വന്ന് നിറയുന്നുണ്ടായിരുന്നു.
എന്തൊക്കെയോ ആലോചിച്ച് നിൽക്കുന്ന ആനിൻ്റെ ഇടുപ്പിൽ ദേവൻ്റെ കൈ അമർന്നു. നെറ്റ് സാരി ആയതിനാൽ അവളുടെ വയറൊക്കെ നല്ല പോലെ എടുത്ത് കാട്ടുന്നുണ്ടായിരുന്നു. എന്താ ഇത്രയ്ക്കും ചിന്തിച്ചു കൂട്ടുന്നത്? പേടി തോന്നുന്നുണ്ടോ? ഞാൻ വേദനിപ്പിക്കില്ല പോരെ എന്നും പറഞ്ഞ് അവളുടെ പിൻകഴുത്തിൽ ചൂണ്ടി ചേർത്തു. അവൻ്റെ കൈ അവളുടെ ഇരുമാറിലും അമർന്നു. അവളൊന്ന് പൊള്ളിപ്പിടഞ്ഞു പോയി. ദേവട്ട് എന്തായത്? ഞാൻ ഭക്ഷണം എടുത്ത് വെക്കട്ടെ എന്നും പറഞ്ഞ് എങ്ങനെയോ അവൻ്റെ കരവാലയത്തിൽ നിന്നും രക്ഷപ്പെട്ട് അടുക്കളയിലേക്ക് ഓടി. അവളുണ്ടാക്കിയ ഭക്ഷണം അവളുടെ കൈകൊണ്ട് അവൻ ആസ്വദിച്ച് കഴിക്കുന്നത് കണ്ടതും ആനിൻ്റെ വയറ് നിറഞ്ഞു. ഇരുവരും ഒരുമിച്ച് ഭക്ഷണം കഴിച്ചു. ദേവേട്ട ശരിക്കും കൊള്ളാവോ അതോ എൻ്റെ സമാധാനത്തിന് വേണ്ടി കഴിക്കുന്നതാണോ എന്നവൾ പറഞ്ഞതും അവളെ അവൻ്റെ മടിയിൽ പിടിച്ചിരുത്തി. അവളുടെ അതിരം അവൻ്റേതാക്കി മാറ്റി. അവളുടെ ചുണ്ടിൽ നിന്നും ചോര പൊടിഞ്ഞതും അവൻ അവളുടെ ചുണ്ടുകൾ മോചിപ്പിച്ചു. അവളുടെ ചുണ്ടിലെ ചോര അവൻ തൻ്റെ തള്ളവിരലാൽ ഒപ്പിയെടുത്തതും അവൾ അവനെ ചുണ്ട് കൂർപ്പിച്ച് നോക്കി. എൻ്റെ ചുണ്ട് കടിച്ചു പൊട്ടിച്ചൂലേ? എനിക്ക് വേദനിച്ചുട്ടോ. അന്നക്കൊച്ചി ഇടയ്ക്ക് ഇതുപോലൊരു ഡയലോഗ് അടിച്ചാലേ എന്നിൽ നിറയുന്നത് സൗമ്യതയ്ക്ക് പകരം വനിതയായിരിക്കും എന്നും പറഞ്ഞ് അവളുടെ കവിളിൽ അമർത്തി മുത്തി. ഭക്ഷണം കഴിച്ച പാത്രങ്ങളൊക്കെയും കഴുകി വെച്ചു. ബാക്കിയുണ്ടായിരുന്ന കറി ഫ്രിഡ്ജിൽ വെച്ച് താഴത്തെ ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് ആൻ മുറിയിലേക്ക് നടന്നു. ഇല്ലെങ്കിൽ അവിടെ ശിവൻ കൂടി ഉണ്ടാവാറുള്ളതായിരുന്നു. ആളെല്ലാം മുൻകൂട്ടി പ്ലാൻ ചെയ്ത് അവനെ നൈസായിട്ട് ഒഴിവാക്കിയതാണെന്ന് അവൾക്ക് മനസ്സിലായി. അവൾ മുറിയിലെത്തിയപ്പോൾ ദേവ് അവിടെ ഇല്ലായിരുന്നു. അവൻ ബാൽക്കണിയിലാണെന്ന് മനസ്സിലായതും അവൾ നേരെ അങ്ങോട്ട് ചെന്നു. ആകാശത്തിലെ നക്ഷത്രങ്ങളിലോട്ട് കണ്ണു നട്ടിരിക്കുന്ന ദേവിനെ അവൾ പിന്നിലൂടെ ചെന്ന് ഇറക്കെ പുണർന്നു. എന്തു പറ്റി? നേരത്തെ കണ്ട ആളെ അല്ലല്ലോ. അങ്ങനെയൊന്നുമില്ല. ഞാൻ അമ്മയും അച്ഛനെയും ഓർത്തുപോയി. അവരെക്കുറിച്ച് ഓർക്കാൻ ഒരുപാടൊന്നുമില്ലെങ്കിലും ഉള്ള ഓർമ്മകൾ അത്രത്തോളം എനിക്ക് പ്രിയപ്പെട്ടതാണ്. അമ്മയുടെ മടിയിൽ തലവച്ചുറങ്ങാൻ എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു. ഇന്ന് എനിക്കത് ഒരുപാട് മിസ് ചെയ്യുന്നു. അവൻ്റെ ശബ്ദത്തിൽ നിന്ന് അവൾക്ക് മനസ്സിലായി ആ മനസ്സിൽ അമ്മയ്ക്കുള്ള സ്ഥാനം എന്താണെന്ന്, അവരെ എത്രത്തോളം മിസ് ചെയ്യുന്നുണ്ടെന്നും. ദേവേട്ട, അമ്മയോളം വരില്ല എന്നറിയാം, എങ്കിലും ഒന്ന് പറഞ്ഞോട്ടെ. പറഞ്ഞോടി. നിനക്ക് മുഖവരിയുടെ ആവശ്യമുണ്ടോ? എൻ്റെ മടിയിൽ ഇത്തിരി നേരം കിടക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടോ? അത് കേട്ടതും അവൻ്റെ മുഖമൊന്ന് വിടർന്നു. വിടർന്ന കണ്ണുകളോടെ അവളെന്ന് നോക്കി. അവളുടെ കൈയും പിടിച്ചു നടന്നു. വിശാലമായ സ്വിംഗ് ചെയറിൽ ഇരുന്ന ശേഷം അവളുടെ മടിയിൽ തല ചായ്ച്ചു. അവളുടെ കൈയെടുത്ത് തൻ്റെ തലയിലേക്ക് വെച്ചു കൊടുത്തു. മുടിയിഴകളിലൂടെ അവളുടെ വിരലുകൾ സഞ്ചരിച്ചതും അവൻ കണ്ണടച്ചു കിടന്നു. കൊച്ചു കുഞ്ഞിനെ പോലെ തൻ്റെ മടിയിൽ കിടക്കുന്നവനെ ആൻ നോക്കിയിരുന്നു. ആൻ, ഐ ലവ് യു ടു ദേവേട്ട. ആൻ, എന്നോട് ഒരിക്കലും ദേഷ്യം തോന്നിയിട്ടില്ലേ? ഇല്ലെന്ന് പറഞ്ഞാൽ കള്ളാവും. ചെറിയ ദേഷ്യവും സങ്കടമൊക്കെ കലർന്നൊരു വികാരം തോന്നിയിരുന്നു. ആ ഫോട്ടോ കൊണ്ട് ഒരുത്തം വന്നില്ലേ, അന്ന് എനിക്ക് ദേഷ്യം തോന്നി. അത് കേട്ടതും ദേവ് കണ്ണു തുറന്ന് അവളെ നോക്കി. അവളുടെ കരം കവർന്ന് ചുണ്ടോടടുപ്പിച്ചു. സോറി, എനിക്ക് ആരെയും വിശ്വാസമില്ലായിരുന്നു. പിന്നെ മനസ്സിലായി പഞ്ചപാവാണെന്ന്. എന്നെ ഇത്രത്തോളം സ്നേഹിക്കുന്ന പെണ്ണിനെ എന്തിനാ വിഷമിപ്പിക്കുന്നതെന്നൊരു തോന്നൽ. എല്ലാത്തിനും അപ്പുറം നിന്റെ കഴുത്തിൽ കിടക്കുന്ന എൻ്റെ താലി, ഇതൊക്കെ എന്നെ നിന്നിലേക്ക് അടുപ്പിച്ചു. അവൻ വീണ്ടും അവളുടെ കയ്യിൽ ചുംബിച്ചു. അവൾ ഒരു കൈയാൽ അവൻ്റെ കവിളിൽ വെച്ചു, മറു കൈയാലെ അവൻ്റെ മുടിയിലൂടെ വിരലോടിച്ചു കൊണ്ടിരുന്നു. അവൾ തലമെല്ലെ താഴ്ത്തി അവൻ്റെ നെറ്റിയെ ചുംബിച്ചു. അവളിൽ നിന്നും വളരെ വിരളമായ ചുംബനങ്ങൾ കിട്ടാറുള്ളൂ. ആ ചുംബനത്തിൽ അവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. കണ്ണടച്ച് പുഞ്ചിരിക്കുന്നവനെ കണ്ടതും അവൾ അവൻ്റെ അതരങ്ങളിൽ കൂടി തൻ്റെ അതരങ്ങൾ ചേർത്ത് വെച്ചു. അതിനുശേഷം വീണ്ടും മുടിയിഴകളിൽ തലോടാൻ തുടങ്ങി. ഏറെ നേരം അങ്ങനെ ചെയ്തതിന് ശേഷം ദേവ് അവളുടെ മടിയിൽ നിന്ന് എഴുന്നേറ്റ് അവളെയും കയ്യിൽ കോരിയെടുത്ത് ബെഡ്റൂമിലേക്ക് നടന്നു. അവളെ ബെഡിൽ കിടത്തി അവളോട് ചേർന്നിരുന്നതും ആനിൻ്റെ ഹൃദയം ഉച്ചത്തിൽ മിടിക്കാൻ തുടങ്ങി. അത് മനസ്സിലായതും ദേവ് അവളുടെ നെഞ്ചിൽ കൈവച്ചു. ആൻ, എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത്? റിലാക്സ്. ഇങ്ങനെ ശ്വാസം അടക്കി പിടിച്ചു നിൽക്കരുത് കേട്ടോ. ഞാനല്ലേ ഇത്? നിന്റെ ദേവേട്ടന് മുന്നിൽ നിനക്ക് എന്തിനാ ഈ പേടിയും വിറയലൊക്കെയും? ഇത് പേടിച്ചിട്ടാ ഞാൻ ഇത്രയും നാൾ. ദേവ് അതും പറഞ്ഞ് നിർത്തി. ഇല്ല, ഞാൻ ശ്രദ്ധിച്ചോളാം എന്നവൾ പറഞ്ഞതും അവൻ്റെ ചുണ്ടുകൾ അവളുടെ നെറ്റിയിൽ അമർന്നു. അന്നക്കൊച്ചേ, ഈ സാരി ഉടുത്തേ ഞാൻ മതിവരുവോളം കണ്ടില്ലേ? ഇനി നമുക്ക് വേണം എന്നും പറഞ്ഞ് അവളുടെ മാറിൽ നിന്നും സാരി എടുത്ത് മാറ്റാൻ ഒരുങ്ങിയതും അവൻ്റെ കയ്യിൽ അവളുടെ പിടി വീണു. ദേവേട്ട, വേണ്ട. അവളുടെ ചുണ്ടിന് കുറുകെ അവൻ വിരൽ വെച്ചതും അവളൊന്നും മിണ്ടിയില്ല. സാരി മുഴുവനായും തന്നിൽ നിന്ന് അടർന്നു മാറി താനിപ്പോൾ സ്കേർട്ടും ബ്ലൗസും മാത്രം ഇട്ടാണ് അവന് മുന്നിലുള്ളതെന്ന് മനസ്സിലായതും അവൾ കൈകൾ മാറിന് മേലെയായി മര പോലെ വെച്ചു. ചുണ്ടിലൊളിപ്പിച്ച ശരിയാലെ അവളുടെ കൈ രണ്ടും അവൻ എടുത്തു മാറ്റി. അവളുടെ മേനിൽ അവൻ്റെ കണ്ണുകൾ അനുസരണയില്ലാതെ അലഞ്ഞു നടന്നു.
തൻ്റെ ചൂണ്ടുവിരലാൽ അവളുടെ നെറ്റിയിലൊന്ന് തൊട്ടു. ശേഷം വിരൽ പതിയെ താഴോട്ട് ചലിച്ചു തുടങ്ങി. മൂക്കിൻ തുമ്പിലൂടെയും ചുണ്ടിലൂടെയും കടന്ന് താടിത്തുമ്പിൽ നിന്നും തൊണ്ടക്കുഴി വഴി വിരൽ താഴോട്ട് സഞ്ചരിച്ചു തുടങ്ങി. അവളുടെ പൊക്കിൽ ചുഴിയിൽ വിരലിട്ടതും അവളൊന്നുയർന്നു പൊങ്ങി. അത് കണ്ടതും അവൻ അവളുടെ കഴുത്തിൽ മുഖം പൂഴ്ത്തി കിടന്നു. കഴുത്തിലും മാറടിക്കിലും അവൻ്റെ ചുണ്ടും നാവും ഒഴുകി നടന്നു. അവളിൽ നിന്ന് വസ്ത്രങ്ങൾ ഓരോന്നായി കുഴഞ്ഞു വീഴുന്നത് നാണത്തോടെ അവൾ അറിയുന്നുണ്ടായിരുന്നു. അവളുടെ നെഞ്ചിലെ മുറിവിൽ മൃദുവായി ചുണ്ട് ചേർത്തു. അവിടെ പതിയെ തലോടി. നെഞ്ചിന് തീരെ ഭാരം കൊടുക്കാത്ത രീതിയിലായിരുന്നു അവൻ അവളിൽ അലിഞ്ഞു ചേർന്നത്. ഞാൻ ഈ പഞ്ഞിമിഠായി കഴിക്കാൻ പോകുവാണ് എന്നവൻ കാതിൽ പറഞ്ഞതും അവളുടെ മുഖം നാണം കൊണ്ട് ചുവന്നു. അവളെ വേദനിപ്പിക്കാതെ അവനത് നുഴഞ്ഞുകൊണ്ടിരുന്നു. അവൻ്റെ കൈ അവളുടെ ഉടലിലാകെ പുതു കവിത രചിച്ചു. അവൻ്റെ ചുണ്ടിനാലും നാവിനാലും അവളിലെ പെണ്ണിനെ ഉണർത്താൻ പാകത്തിൽ അവളുടെ ശരീരത്തിലെ ഓരോ അണുവിനെയും അവൻ ചുംബിച്ചുണർത്തി. അവളെ ഒരു വിധത്തിലും നോവിക്കാതെ അവളിലെ പെണ്ണിനെ സ്വന്തമാക്കി. അവളുടെ മാറിൽ മുഖം പൂഴ്ത്തി കിടക്കുമ്പോൾ അവൻ്റെ ഉള്ളം മന്ത്രിച്ചു കൊണ്ടിരുന്നു. നിന്നെ ഞാൻ ഒരിക്കലും തനിച്ചാക്കില്ല. നീ എൻ്റേതാണ്. എനിക്ക് വേണ്ടി ദൈവം കരുതി വെച്ച എൻ്റെ പെണ്ണ്, ഒരു നിമിത്തം പോലെ എന്നിലേക്ക് എത്തിയ പെണ്ണ്. ഇന്നെൻ്റെ ജീവനും ജീവിതവും എല്ലാം നീയാണ് പെണ്ണെ. പെട്ടെന്ന് തലയുയർത്തി നോക്കിയപ്പോൾ അവളുടെ കണ്ണൊക്കെ വേദന കൊണ്ട് നിറഞ്ഞു വന്നിട്ടുണ്ട്. അത് കണ്ടതും അവനിൽ കുറ്റബോധം നിറഞ്ഞു. അവളുടെ കണ്ണുകൾ തുടച്ചു കൊടുത്ത് അവനോട് ചേർത്ത് പിടിക്കുമ്പോൾ അവൻ്റെ ഉള്ളിൽ നാളെ ചെയ്യേണ്ട കാര്യത്തെക്കുറിച്ചുള്ള ചിന്തകളായിരുന്നു. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആനിന് തീരെ വയ്യായിരുന്നു. ആദ്യ സംഗമത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങളും അവളിൽ ഉണ്ടായിരുന്നു. കുളിക്കാൻ നേരം തൻ്റെ കഴുത്തിലും വയറിലും മാറിലും ഒക്കെയായി കാണുന്ന അവൻ്റെ പല്ലിൻ്റെയും നഖത്തിൻ്റെയും പാടുകളിലേക്ക് അവളുടെ കണ്ണുകൾ ഉടക്കി. ദുഷ്ടൻ, വേദനിപ്പിക്കില്ല എന്ന് പറഞ്ഞിട്ട് കണ്ടില്ലേ, മൊത്തം എന്നെ പഞ്ചറാക്കി വിട്ടിരിക്കുക. രാത്രിയിലെ ഓർമ്മകൾ മനസ്സിലേക്ക് വന്നതും അവളുടെ മുഖം ചുവന്നു തൊടുത്തു. വാഷ്റൂമിൽ നിന്ന് ഇറങ്ങിയതും ദേവ് അവളെ കാത്തുന്ന പോലെ അവിടെ നിൽപ്പുണ്ടായിരുന്നു. അവനെ കണ്ടതും അവളിൽ നാണവും വെപ്രാളവും നിറഞ്ഞു. അത് മനസ്സിലാക്കിയ ദേവ് അവളെ താടി പിടിച്ചു ചോദിച്ചു, ഇനി എന്തിനായി നാണം? ഇനി ഇടയ്ക്കിടയ്ക്ക് എനിക്ക് നിന്നെ മുഴുവനായി തരേണ്ടി വരും. എതിരൊന്നും പറഞ്ഞേക്കരുത്. പിന്നെ ഇന്നലെ ചെറുതായി വേദനിപ്പിച്ചെന്ന് മനസ്സിലായി. വേണമെന്ന് വെച്ചില്ല, സോറി. അതും പറഞ്ഞവൻ അവളുടെ നെറ്റിയിൽ അരുമയായി മുത്തി. അവനിൽ നിന്ന് നടന്നു മാറാനൊരുങ്ങവേ അവൻ കയ്യിൽ പിടിച്ച് നിർത്തി. എന്നിട്ട് കയ്യിലൊരു ടാബ്ലറ്റ് പാക്കറ്റ് വെച്ച് കൊടുത്തു. ആൻ അവനെ സംശയത്തോടെ നോക്കി. ആൻ, ഇത് നെക്സ്റ്റ് പീരീഡ്സ് ആവുന്നത് വരെ എന്നും രാവിലെ കഴിക്കണം. ദേവേട്ട, ഇതെന്തിനാ? ഞാൻ പറയുന്നത് കേൾക്ക്. ഇപ്പോൾ ഒരു കുഞ്ഞിനെ പറ്റി ചിന്തിക്കാനുള്ള സമയമല്ല. ഒന്നാമത് കുഞ്ഞിനെ ക്യാരി ചെയ്യുന്നതും പ്രസവിക്കുന്നതും റിസ്ക്കാണ്. നിന്നെ വെച്ച് ഒരു പരീക്ഷണത്തിന് ഞാൻ തയ്യാറല്ല. പിന്നെ നിന്റെ പഠിത്തം അതും ഇമ്പോർട്ടൻ്റ് ആണ്. അതൊക്കെ കഴിയട്ടെ എന്നും പറഞ്ഞ് അവളുടെ കവളിൽ തട്ടി. ഇത് മാത്രമാണ് കാരണം? ആനിൻ്റെ ചോദ്യം കേട്ടതും അവൻ്റെ മുഖഭാവം മാറുന്നത് അവൾ ശ്രദ്ധിച്ചു. പെട്ടെന്നൊരു ചിരി ഫിറ്റ് ചെയ്ത് പറഞ്ഞു, അതെ, അല്ലാതെ പിന്നെന്താ. തൽക്കാലം എനിക്ക് കുഞ്ഞായിട്ടേ, നീ മതി എന്ന് പറഞ്ഞ് ധൃതിയിൽ വാഷ്റൂമിലേക്ക് കയറിപ്പോയി. ഹലോ വിനയ്, കേൾക്കുന്നുണ്ടോ? മഹേഷ്, പറഞ്ഞൂടാ. ഞാൻ കേൾക്കുന്നുണ്ട്. എന്ന് പറ്റി? അവളെപ്പറ്റി എന്തെങ്കിലും വിവരം കിട്ടിയോ? യെസ് വിനയ്, ഞാനുള്ളത് ഇപ്പോൾ ദേവ് നാരായണൻ എന്ന ഒരാളുടെ എസ്റ്റേറ്റ് ബംഗ്ലാവിനടുത്താണ്. ഈ ദേവ് നാരായണാണ് തൻ്റെ അനിയത്തി വൃന്ദയുടെ ഭർത്താവ്. അവളിപ്പോൾ വൃന്ദയല്ല, ആനാണ്. ആൻ മരിയ ഫിലിപ്പ്. അവരിപ്പോൾ താമസിക്കുന്നത് കൊച്ചിയിലാണ്. ഈ ദേവ് ആളൊരു ബിസിനസ്മാനാണ്. അവരുടെ കല്യാണം നടന്നത് എങ്ങനെയാണോന്നും ഇവിടെയുള്ളവർക്ക് അറിയില്ല. ഇത് തന്നെ അല്പം പണം എറിഞ്ഞിട്ടാണ് ഞാൻ മനസ്സിലാക്കിയത്. നീ ഒരു കാര്യം ചെയ്യ്, നേരെ കൊച്ചിയിലേക്ക് വിട്ടോ. ബാക്കി അറിഞ്ഞിട്ട് എനിക്ക് വിളിക്ക്. അത് കഴിഞ്ഞ് ഞാൻ വരുന്നുണ്ട് എൻ്റെ പെങ്ങളെ കാണാൻ. വിനയ്, ഇനി ശരിക്കും അവൾ നിൻ്റെ പെങ്ങളല്ലേ? ഇനി നമുക്ക് മാറിയതായിരിക്കും. നോ, അവൾ വൃന്ദ തന്നെയാ. നീ പറഞ്ഞ കാര്യം ചെയ്താൽ മതി എന്നും പറഞ്ഞ് വിനയ് കോൾ അവസാനിപ്പിച്ചു. ആനിനെ ഇല്ലാതാക്കാൻ ഒരു വശത്ത് ക്രിസ്റ്റിയും ശിവന്യയും പദ്ധതി ഒരുക്കുമ്പോൾ മറ്റെന്തോ ഉദ്ദേശവുമായി വിനയും അവളെ ലക്ഷ്യം വെച്ചിരുന്നു. ദിവസങ്ങൾ പിന്നെയും കൊഴിഞ്ഞു വീണു. ദേവുമാനും എല്ലാം മറന്ന് പ്രണയിച്ചു കൊണ്ടിരുന്നു. വല്ലപ്പോഴും അവളെ വേദനിപ്പിക്കാതെ അവനവളിൽ സ്വയം മറന്ന് അലിഞ്ഞുചേരുമായിരുന്നു. അതുപോലെ തന്നെ മുടങ്ങാതെ അവൾക്കവൻ ടാബ്ലറ്റും കൊടുക്കുന്നുണ്ടായിരുന്നു. ഒരു ദിവസം കോളേജിൽ ഞാൻ തലകറങ്ങി വീണു. ഇപ്പോൾ സെറ്റി ഹോസ്പിറ്റലാണ് എന്ന് സെലിൻ വിളിച്ച് പറഞ്ഞിട്ടാണ് ദേവ് ഹോസ്പിറ്റലിലേക്ക് എത്തുന്നത്. ഡ്രിപ്പിട്ട് കിടക്കുന്ന ആനിനെ കണ്ടതും ദേവിലാകെ പരിഭ്രാന്തി തെറിഞ്ഞു. അവൻ്റെ മുഖത്തെ ടെൻഷൻ കണ്ട് സെലിൻ പറഞ്ഞു, അയ്യോ സാർ, ഇങ്ങനെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അവൾ ഓക്കെയാണ് എന്നും പറഞ്ഞ് സെലിൻ ഡോറും അടച്ച് പുറത്തിറങ്ങി. ആൻ, അവൾ എന്ത് പറ്റിയതാ? അവളുടെ മുഖം കൈക്കുമ്പിളിൽ കോരിയെടുത്തു അവൻ വേദനയോട് ചോദിച്ചു. അവൻ്റെ കണ്ണ് നിറയുന്നുണ്ടായിരുന്നു. ദേവേട്ട, ഇങ്ങനെ ടെൻഷൻ ആവുന്നത് എന്തിനാ? എനിക്കൊന്നുമില്ല.
പിന്നെ പിന്നെ എന്താ പറ്റിയത്? നീ ഇന്ന് ഫുഡ് സ്കിപ്പ് ചെയ്തോ? ഞാൻ പറയാറില്ലേ ഭക്ഷണം കഴിക്കാതെ ഇരിക്കരുതെന്ന്. ഞാൻ കുറച്ച് നാളായി നിന്നെ ശ്രദ്ധിക്കുന്നു. നിന്റെ മുഖത്തേക്ക് ഒരു വിളർച്ച പോലെ. അതൊന്നും അല്ല, ഞാൻ ഫുഡ് കഴിക്കാറൊക്കെ ഉണ്ട്. പിന്നെ പിന്നെ എന്താ നിനക്ക് പറ്റിയത്? അത് അത് ഞാൻ എന്തായാലും പറ ദേവേട്ട. അത് ഞാൻ അവൾ അവൻ്റെ കൈയെടുത്ത് വയറിലേക്ക് വെച്ച് പറഞ്ഞു. ഇവിടെ ഇവിടെ ഒരാളുണ്ട്, അതിൻ്റെയാ ഇതൊക്കെ. ഏറെ സന്തോഷത്തോടെ അവൻ്റെ കണ്ണിലേക്ക് നോക്കിയവൾ പറഞ്ഞതും അവൻ അവളുടെ വയറിൽ നിന്നും പൊടുന്നനെ കൈ പിൻവലിച്ചു. അന്നേരം അവൻ്റെ മുഖഭാവം മാറുന്നത് അവൾ ശ്രദ്ധിച്ചിരുന്നു. സന്തോഷത്തിന് പകരം അവൻ്റെ മുഖത്ത് ദേഷ്യം വന്ന് നിറഞ്ഞു. നീ ഇപ്പോൾ ടാബ്ലറ്റ് കഴിച്ചിരുന്നില്ലേ? വർദ്ധിച്ചു വന്ന കോപത്തോടെ അവനത് ചോദിച്ചതും അവളുടെ മുഖത്തുണ്ടായ സന്തോഷമൊക്കെയും പൊടുന്നനെ മാഞ്ഞുപോയി. അത് ദേവേട്ട, എനിക്കൊരു കുഴപ്പവും വരില്ല. പിന്നെന്താ? കഴിച്ചിരുന്നോ ഇല്ലയോ അത് മാത്രം പറഞ്ഞാൽ മതി. ആദ്യ മാസം മുഴുവനും കഴിച്ചതാ. പിന്നെ നെക്സ്റ്റ് മന്ത് എനിക്കത് പിടിക്കാതെ വന്നപ്പോൾ ഞാൻ സ്റ്റോപ്പ് ചെയ്തു. എന്നിട്ട് എന്നോട് എന്തേ പറഞ്ഞില്ല? ഞാനത് പറയാനിരുന്നതാ, പിന്നെ മറന്നുപോയി. അവൻ വലിഞ്ഞു മുറുകിയ മുഖത്തോടെ അവിടെ നിന്ന് എഴുന്നേറ്റ് പുറത്തു പോയി. ഹോസ്പിറ്റലിൽ നിന്ന് വന്നിട്ടും ദേവ് അവളോട് മിണ്ടാനോ അവളുടെ അരികിൽ വന്നിരിക്കാനോ കൂട്ടാക്കിയില്ല. ഏറെ സന്തോഷത്തോടെയും പ്രണയത്തോടെയും അവൻ തങ്ങളുടെ കുഞ്ഞിൻ്റെ വരവ് ആഘോഷിക്കും എന്ന് കരുതിയ ആനിന് അവൻ്റെ പ്രവൃത്തിയിൽ അതിയായ വിഷമം തോന്നി. രാത്രിയിൽ ഏറെ നേരമായിട്ടും അവൻ ഉറങ്ങാതെ ബാൽക്കണിയിൽ ഒറ്റയ്ക്കിരുന്ന് സിഗരറ്റ് വലിക്കുന്നത് കണ്ടുകൊണ്ടാണ് ആൻ അങ്ങോട്ട് വരുന്നത്. ആദ്യമായിട്ടായിരുന്നു അവൻ വലിക്കുന്നത് അവൾ കാണുന്നത്. അത്രത്തോളം ആളുടെ മനസ്സിനെ ഇക്കാര്യം ബാധിച്ചിട്ടുണ്ട് എന്നവൾക്ക് മനസ്സിലായി. നിറഞ്ഞ കണ്ണാലെ അവൾ അവനെ പിന്നിലൂടെ ഇറുകെ പുണർന്നു. ദേവേട്ട, ഞാൻ കാരണമാണ് ഇതൊക്കെ. പ്ലീസ് വേണ്ടത്, ആ സിഗരറ്റ് കളഞ്ഞേക്ക്. എന്താ നിങ്ങൾക്ക് പറ്റിയത്? അവനൊന്നും മിണ്ടിയില്ല. ദേവേട്ട പ്ലീസ്, ഇനി എന്തിനാ ഇങ്ങനെ അവോയ്ഡ് ചെയ്യുന്നത്? എന്നോട് ഇത്രയും നേരമായിട്ട് ഒരക്ഷരം മിണ്ടിയില്ലല്ലോ. എന്നോട് വെറുപ്പാണോ? എന്നെ വേണ്ടാതായോ? അവളുടെ കണ്ണുനീർ അവൻ്റെ ഷർട്ട് മുഴുവൻ നനയിപ്പിച്ചു കൊണ്ടിരുന്നു. കയ്യിലുള്ള സിഗരറ്റ് ദൂരേക്ക് കളഞ്ഞു. അവൾക്ക് അഭിമുഖമായി തിരിഞ്ഞു അവളെ വാരിപ്പുണർന്നു. അവളുടെ മുഖമാകെ ചുംബനങ്ങൾ കൊണ്ട് മൂടി. നിന്നെ എനിക്ക് വേണ്ടാതാവുകയോ? നിന്നോട് വെറുപ്പ് തോന്നിയോ? അതിനെനിക്ക് പറ്റുമോടി? സോറി, അറിയാതെ പറ്റിപ്പോയതാ. ഞാൻ നിന്നോട് പിണങ്ങി നിൽക്കില്ല. പോരെ? ശരിക്കും എന്നോട് ദേഷ്യമില്ല? ഇല്ലെന്ന്. പിന്നെന്താ നമ്മുടെ കുഞ്ഞിനെ ഒന്ന് തൊട്ടു നോക്കാഞ്ഞത്? ആൾ പപ്പയുടെ സാമീപ്യം ആഗ്രഹിക്കുന്നുണ്ടാവും എന്നവൾ പറഞ്ഞതും അവൻ്റെ മുഖഭാവം പെട്ടെന്ന് മാറി. അവൻ അവളിൽ നിന്നും അടർന്നു മാറി. ഇക്കാര്യം മാത്രം നീ എന്നോട് പറയരുത് എന്നും പറഞ്ഞവൻ മുറിയിലേക്ക് നടന്നു. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം ചോരയെ വേണ്ട എന്നാണോ? ആൻ പിറകിൽ നിന്നും വിളിച്ചു ചോദിച്ചു. ഞാനിപ്പോൾ ഒരു കുഞ്ഞിനെ ആഗ്രഹിക്കുന്നില്ല. അത് ഞാൻ നിന്നോട് നേരത്തെ പറഞ്ഞതുമാണ്. അതിൻ്റെ കാരണം എന്താ? അത് ഞാൻ പലതവണ പറഞ്ഞു കഴിഞ്ഞതാൻ. അപ്പം ഞാനിതിനെ എന്ത് ചെയ്യണം? എന്നോട് ചോദിച്ചിട്ടല്ലല്ലോ നീ ഓരോന്ന് ചെയ്തത്. ഇനി അതുപോലെ ചെയ്യാം. പക്ഷെ ഞാൻ ഒരിക്കലും അതിൻ്റെ മുഖം കാണാൻ ആഗ്രഹിക്കുന്നില്ല. അവൻ പറഞ്ഞ ഓരോ വാക്കുകളും അവളുടെ ഹൃദയം കീറി മുറിക്കാൻ പാകത്തിലുള്ളതായിരുന്നു. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. മുറിയിലെത്തിയ ദേവിൻ്റെ കൺമുന്നിൽ തെളിഞ്ഞു വന്നത് 4 പിഞ്ചു കുഞ്ഞുങ്ങളുടെ വെള്ള പുതപ്പിച്ച മുഖങ്ങൾ, ഓമനത്തെ മാറാത്ത മുഖങ്ങൾ. ഒരു കുടുംബത്തിലെ 4 കുഞ്ഞോമനകൾ. അവൻ കണ്ണിറുക്കി അടച്ചു. അവൻ്റെ കാതിൽ മുഴങ്ങിയത് ഒന്ന് മാത്രമായിരുന്നു. നോക്കിക്കോ, നീ ഇതിനെ അനുഭവിക്കും ദേവ്. നീ കാരണം ഞങ്ങൾക്ക് ഞങ്ങളുടെ മക്കൾ നഷ്ടമായത്. ഒരു നാൾ നിന്റെ കൺമുന്നിൽ വെച്ച് നിന്റെ കൈകൊണ്ട് നിന്റെ കുഞ്ഞിൻ്റെ ജീവൻ പോകുമ്പോൾ നിനക്ക് മനസ്സിലാവും ഒരച്ഛൻ്റെ വേദന. ഉറപ്പായും ദൈവം ഇതുപോലൊരു വിധി നിനക്കും തരും. അതോർത്ത് നീ കരയുന്നത് കാണാൻ ഞങ്ങൾക്കും അവസരം ഉണ്ടാവും. ഇത് ഞങ്ങളുടെ ശാപമാണ്, ഒരച്ഛൻ്റെ ശാപം. അവൻ കാതുകൾ ഇറുക്കി അടച്ചു. ഇല്ല, അങ്ങനെ സംഭവിക്കാൻ പാടില്ല. അങ്ങനെ സംഭവിച്ച അവൾക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റില്ല. എൻ്റെ കൈകൊണ്ട് എൻ്റെ കുഞ്ഞ് മരിക്കാനോ? നോ, ഇല്ല, അങ്ങനെ ഞാൻ ഒരിക്കലും ചെയ്യില്ല. എന്നാൽ അബദ്ധവശാൽ അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ? അവൻ്റെ തല പെരുകാൻ തുടങ്ങി. ഇല്ല, പാടില്ല. എൻ്റെ കുഞ്ഞ് ഈ ഭൂമിയിൽ പിറക്കാൻ പാടില്ല. ഇതൊന്നും പറഞ്ഞ് അവൾ വിശ്വസിക്കില്ല. പക്ഷേ എനിക്കൊന്നും മറക്കാൻ പറ്റുന്നില്ല. ഏത് കുഞ്ഞുങ്ങളെ കണ്ടാലും മനസ്സിൽ തെളിയുന്നത് ജീവനറ്റ 4 പിഞ്ച് ശരീരങ്ങളാണ്. കുറ്റബോധം അതിപ്പോഴും തന്നെ വേട്ടയാടുന്നുണ്ട്. ഒരു കയ്യബദ്ധമായിരുന്നു അത്. എങ്കിലും കുറ്റബോധം ഇന്നും തന്നെ വിടാതെ പിന്തുടരുന്നു. അങ്ങനെയുള്ള തനിക്ക് സ്വന്തം കുഞ്ഞുമായി സമാധാനത്തോടെ ജീവിക്കാൻ പറ്റുമോ? എല്ലാം മറക്കാൻ വേണ്ടിയായിരുന്നു വിവാഹമേ വേണ്ടെന്ന് വെച്ചത്. ശിവനെ ഇട്ടിട്ട് പോയതാണേലും രണ്ടാമത് എല്ലാവരുടെയും നിർബന്ധം കാരണം വിവാഹം ആലോചിച്ച പെണ്ണിനെ താൻ തന്നെ വിവാഹത്തിന് മുന്നേ അവൾക്ക് ഇഷ്ടപ്പെട്ടവൻ്റെ കയ്യിൽ ഏൽപ്പിച്ചതാണ്.
എന്നിട്ട് അവൾ ഒളിച്ചോടി പോയതാണെന്ന് വരുത്തി തീർത്തു. വിവാഹം എന്നതിൽ നിന്നും പാടെ ഒഴിഞ്ഞു മാറി നടന്നു. അതിനിടയിൽ യാദൃശ്ചികമായി തൻ്റെ ജീവിതത്തിലേക്ക് വന്നതാണ് ആൻ. ഇപ്പോൾ അവളില്ലാതെ തനിക്ക് പറ്റില്ല എന്നായിരിക്കുക. ദേവ് ആഞ്ഞൊരു ശ്വാസം വലിച്ചു. അന്നേരം ദേവ് ചില കടുത്ത തീരുമാനങ്ങൾ എടുത്തിരുന്നു. കുഞ്ഞിൻ്റെ കാര്യം പറഞ്ഞ് ആനും ദേവും തമ്മിൽ അസ്വാരസ്യങ്ങൾ തുടർന്നു. എന്ത് വന്നാലും തൻ്റെ തീരുമാനത്തിൽ നിന്നും പിന്മാറില്ല എന്ന് ദേവ് ഉറപ്പിച്ചു പറഞ്ഞു. സെലിൻ വഴിയാണ് ആൻ പ്രഗ്നൻ്റ് ആണെന്ന വിവരം ശിവൻ അറിയുന്നത്. പിന്നീട് മുത്തശ്ശിയും ബാക്കി എല്ലാവരും അറിയാൻ നിമിഷ നേരം മതിയായിരുന്നു. അന്ന് തന്നെ എല്ലാവരും കൂടി അവളെ കാണാൻ വേണ്ടി പലഹാരങ്ങളും പഴങ്ങളും ഒക്കെയായി വന്നിരുന്നു. എല്ലാവരുടെയും ആ വരവ് ദേവിൽ കൂടുതൽ ദേഷ്യം നിറച്ചു. എല്ലാവരോടും പ്രഗ്നൻസി കാര്യം പറഞ്ഞത് അവളാണെന്ന് കരുതി ദേവിന് അവളോട് ദേഷ്യം തോന്നി. അന്ന് രാത്രി നല്ല പോലെ മദ്യപിച്ചിട്ടാണ് അവൻ അവളുടെ അരികിലേക്ക് വന്നത്. അന്നേരം അവൾ ഉറങ്ങുകയായിരുന്നു. തൻ്റെ ശരീരത്തിലൂടെ ആരുടെയും കൈ ഇഴയുന്നത് പോലെ തോന്നിയിട്ടാണ് ഞാൻ കണ്ണ് തുറന്നു നോക്കുന്നത്. മുന്നിൽ വല്ലാത്തൊരു ഭാവത്തോടെ മദ്യപിച്ച് തന്നെ ഉറ്റുനോക്കുന്ന ദേവിനെ കണ്ടതും ആ ഞെട്ടി പിടഞ്ഞെഴുന്നേറ്റു. അവളെ എഴുന്നേൽക്കാൻ സമ്മതിക്കാതെ അവൻ അവളെ ചേർത്ത് പിടിച്ചു. അവൻ്റെ മുഖം അവളോട് അടുപ്പിച്ചു. അവനിൽ നിന്ന് വമിക്കുന്ന മദ്യത്തിൻ്റെ ഗന്ധം അവൾക്ക് വൊമിറ്റ് ചെയ്യാൻ തോന്നി. ദേവേട്ട വീട്ടിൽ എനിക്ക് സ്മെല്ല് പറ്റുന്നില്ല. അതെന്താ നിനക്ക് പറ്റാഞ്ഞത്? ഞാൻ പറഞ്ഞതല്ലേ ഞാൻ മദ്യപിച്ച് വന്നാൽ ഇങ്ങനെ പറയാൻ പാടില്ലെന്ന്. ദേവേട്ട എനിക്കിപ്പോൾ പറ്റാഞ്ഞിട്ടാ, പ്ലീസ് എന്നെ വിട്ടേ, ഞാൻ അപ്പുറത്ത് പോയി കിടന്നോളാം. ഇപ്പം നിനക്കെന്താ ഒരു പ്രത്യേകത? പറ എന്നും പറഞ്ഞ് അവളുടെ ചുണ്ടോട് ചുണ്ടടിപ്പിച്ചു. അവൾ അവനിൽ നിന്നും കുതറിമാറി എഴുന്നേൽക്കാൻ ഒരുങ്ങിയതും ദേവ് അവളിൽ ബലം പ്രയോഗിച്ച് ചുണ്ടുകൾ കവർന്നു. മദ്യത്തിൻ്റെ മണവും രുചിയും അവൾക്ക് അസഹനീയമായി തോന്നി. അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു. അവൻ്റെ കൈകൾ തൻ്റെ പലയിടത്തും സഞ്ചരിക്കുന്നതറിഞ്ഞതും അവൾക്ക് മനസ്സിലായി അവൻ എന്തിനുള്ള പുറപ്പാടാണെന്ന്. അവൻ സർവ്വശക്തിയും എടുത്ത് അവനെ തള്ളി മാറ്റി എഴുന്നേറ്റു. അവളുടെ തള്ളലിൽ അവൻ്റെ തല കട്ടിലിൻ്റെ ഹെഡ് ബോർഡിൽ ചെന്നിടിച്ചു. അതോടെ അവൻ്റെ മുഖം ഒന്നുകൂടി വലിഞ്ഞു മുറുകി. ആൻ ദേഷ്യത്തോടെ തനിക്ക് നേരെ വരുന്നത് കണ്ടതും ആൻ രക്ഷപ്പെടാനെന്ന വണ്ണം വാഷ്റൂമിലേക്ക് ഓടി. ഡോറടിച്ച് ലോക്ക് ചെയ്യാൻ ഒരുങ്ങവേ അവൻ ശക്തിയായി പിടിച്ചു തള്ളിയത് അവൾ പിന്നിലോട്ട് വേച്ചു പോയി ചുവരിൽ ചെന്ന് തലയിടിച്ച് നിലത്തേക്ക് വീണു. ബോധമറ്റി കിടക്കുന്ന അവളെ കണ്ടതും അപ്പോഴാണ് അവന് താൻ എന്താണ് ചെയ്തത് എന്ന് ബോധം ഉണ്ടാവുന്നത്. അവളെ കൈകളിൽ കോരിയെടുത്ത് ഒരുപാട് തട്ടി വിളിച്ചുവെങ്കിലും അവൾക്ക് ബോധം വന്നില്ല. പെട്ടെന്ന് തന്നെ അവളെ എടുത്ത് അവൻ ഹോസ്പിറ്റലിലേക്ക് പോയി. താൻ എത്ര വലിയ തെറ്റാണ് അവളോട് ചെയ്തു കൊണ്ടിരിക്കുന്നത് എന്ന ചിന്ത അവനെ ഭ്രാന്ത് പിടിപ്പിച്ചുകൊണ്ടിരുന്നു. അത്യാവശ്യം തലയിൽ നല്ല മുറിവുള്ളതിനാൽ ഒരു ദിവസം മുഴുവൻ അവൾ ബോധമില്ലാതെ ICUവിൽ കിടന്നു. പിറ്റേന്ന് ബോധം വന്നതും അവളെ റൂമിലേക്ക് മാറ്റി. അവൾ കണ്ണു തുറക്കുമ്പോൾ അരികിൽ ദേവ് ഉണ്ടായിരുന്നു. കണ്ണു തുറന്ന് തന്നെ ഉറ്റുനോക്കുന്ന ആനിനെ കണ്ടതും ദേവ് അവളുടെ കരം കവർന്നു. സോറി ഞാൻ അറിയാതെ പറ്റിപ്പോയതാ. ഇനി ഞാൻ അങ്ങനെ ഒന്നും ചെയ്യില്ല. നിനക്കൊരുപാട് നൊന്തോ. ഞാൻ മദ്യപിക്കില്ല, സിഗരറ്റും വലിക്കില്ല എന്നും പറഞ്ഞ് അവളുടെ കൈകൾ ചുംബിക്കാനൊരുങ്ങവെയാണ് ആൻ കൈ പെട്ടെന്ന് പിൻവലിച്ചത്. ഇഡിയറ്റ്, താൻ ആരാടോ? താനെന്തായി കാണിക്കുന്നത്? അവൾ ദേഷ്യത്തോടെ ചോദിച്ചു. ആൻ, ഇത് ഞാനാ. ആനോ? ഏത് ആൻ? ഞാൻ ആനും മാനും ഒന്നുമല്ല. കോൾ മീ വൃന്ദ, ഓക്കെ? ഹൂ ആർ യു മാൻ? വേർ ആം ഐ? ഈസ് ദിസ് എ ഹോസ്പിറ്റൽ? ഈസ് ദിസ് ബാംഗ്ലൂർ ഓർ മുംബൈ? ഓ മൈ ഗോഡ്, I can't remember anything. Where is my brother? Call him. ആനിൻ്റെ വായിൽ നിന്ന് വന്ന ഓരോ വാക്കുകളും ദേവിൽ ഞെട്ടലാണ് ഉണ്ടാക്കിയത്. അവൾക്ക് ഓർമ്മ തിരിച്ചു കിട്ടിയിരിക്കുന്നു എന്നത് അവൻ അതിലൂടെ മനസ്സിലായി. ഡോക്ടറുമായി ഇക്കാര്യം നേരത്തെ ഡിസ്കസ് ചെയ്തപ്പോൾ ഡോക്ടർ സൂചിപ്പിച്ചിരുന്നു, ചിലപ്പോൾ മയക്കത്തിൽ നിന്നുണരുമ്പോൾ അവൾ മറ്റൊരാളായിരിക്കാമെന്ന്. അതുപോലെ സംഭവിച്ചിരിക്കുന്നു. എന്ത് ചെയ്യണം എന്നറിയാതെ അവൾക്ക് ഒരു മറുപടിയും കൊടുക്കാതെ മുറിവിട്ടിറങ്ങുന്ന അവനെ കണ്ടതും അവൾ പിന്നിൽ നിന്ന് വിളിച്ചു ചോദിച്ചു. തനിക്ക് എന്താണോ ചെവി കേട്ടൂടെ? ഞാൻ ഇത്രയൊക്കെ ചോദിച്ചിട്ടും താനൊന്നും പറഞ്ഞില്ല. അറ്റ്ലീസ്റ്റ് ഇതൊന്ന് പറഞ്ഞിട്ട് പോ. ഇത് എവിടെയാ? ബാംഗ്ലൂർ തന്നെയാണോ? അപ്പോൾ എനിക്ക് വെടിയേറ്റ് ഞാൻ മരിച്ചിട്ടില്ലേ? ഇത് കൊച്ചിയാ എന്ന് മാത്രം പറഞ്ഞ് അവൻ മുറിവിട്ടിറങ്ങി. സെലിനെയോ ശിവനെയോ മുത്തശ്ശിയോ ഇതിനവളുടെ പ്രിയപ്പെട്ട പപ്പയെ പോലെ അവൾക്ക് ഓർമ്മയില്ലായിരുന്നു. തനിക്ക് എന്താണ് പറ്റിയത് എന്ന് ഡോക്ടറോട് അവൾ ചോദിച്ചപ്പോൾ ഡോക്ടർ അവൾക്ക് പറഞ്ഞു കൊടുക്കുകയായിരുന്നു. അവൾക്ക് ഇത്രയും നാൾ പഴയ ഓർമ്മകളൊന്നും ഇല്ലായിരുന്നു. അവൾ ഇത്രയും നാൾ ആൻ മരിയ ആയിരുന്നു. പിന്നീട് ദേവൻ്റെ ഭാര്യയായി ഇപ്പോൾ അവൻ്റെ കുഞ്ഞു കൂടി അവളുടെ വയറ്റിൽ വളരുന്നുണ്ടെന്നും. പക്ഷെ അതൊന്നും അത്ര പെട്ടെന്ന് ഉൾക്കൊള്ളാൻ അവൾ ഒരുക്കമല്ലായിരുന്നു. അവൾക്ക് ദേവനോട് ദേഷ്യം തോന്നി. അവരെ കാണാനേ കൂട്ടാക്കിയില്ല. യഥാർത്ഥ ആൻമരി ആരാണെന്നോ അവളുടെ പപ്പയെക്കുറിച്ചോ അവളുടെ ഹൃദയമാണ് ഇപ്പോൾ തൻ്റെ ഉള്ളിൽ തുടിക്കുന്നത്, അതൊന്നും വൃന്ദയെന്ന ആനോട് അവരാരും പറഞ്ഞിരുന്നില്ല. ദേവൻ അവളെ തൻ്റെ കൂടെ കൊണ്ടുപോയേ മതിയാവൂ. അവൾക്ക് ചുറ്റും ശത്രുക്കൾ ആണെന്ന് അവന് നന്നായിട്ടറിയാം. ഈ പറയുന്ന അവളുടെ ചേട്ടൻ വരെ അവളുടെ ശത്രു ലിസ്റ്റിൽ ഉള്ളതാണെന്ന് അവൻ അറിയാമായിരുന്നു. തനിക്ക് തൻ്റെ ഏട്ടൻ്റെ അടുത്തേക്ക് പോയാൽ മതിയെന്ന് വാശി പിടിച്ച ആനിനെ ദേവ്
അങ്ങനെ അവളുടെ എതിർപ്പുകൾ വകവെക്കാതെ അവൻ്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ്. പഴയ ആനിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായിരുന്നു പുതിയ ആൻ. അതായത് വൃന്ദ എന്ന പെൺകുട്ടി ഒരു അഹങ്കാരി ടൈപ്പായിരുന്നു എന്നവന് അവളുടെ 2 ദിവസത്തെ പെരുമാറ്റത്തിൽ നിന്ന് പിടികിട്ടി. വാതുറന്നാൽ ഇംഗ്ലീഷ് മാത്രമേ പറയുള്ളൂ. താൻ അടുത്ത് ചെല്ലുന്നത് ഇഷ്ടപ്പെടാതെ ഏതു നേരവും ദേഷ്യത്തോട് ഇടിയിടി എന്ന് പിറപ്പിറുക്കുന്നത് കാണാമായിരുന്നു. അവനെ തൻ്റെ പൂച്ചക്കുഞ്ഞ് അന്നമ്മയെ ഒരുപാട് മിസ് ചെയ്യാൻ തുടങ്ങി. വേറെ വഴിയില്ലാതെ ഞാൻ ദേവിൻ്റെ കൂടെ വീട്ടിലേക്ക് വന്നു. തങ്ങളുടെ മുറിയിലേക്ക് തന്നെയാണ് ദേവ് അവളെയും കൊണ്ട് പോയത്. ചുവരിൽ സ്ഥാനം പിടിച്ചിരിക്കുന്ന പല പോസ്റ്റിലുള്ള തങ്ങളുടെ ഫോട്ടോസ് കണ്ടതും അവൾ അവനെ ദഹിപ്പിച്ച് നോക്കി. ഇതെന്നെ കാണിക്കാൻ വേണ്ടി താനിന്ന് ഫ്രെയിം ചെയ്ത് കൊണ്ടുവന്ന് വെച്ചതാ? അവളുടെ ചോദ്യം കേട്ട് ദേവിന് ചൊറിഞ്ഞു കയറി വന്നതായിരുന്നു. അതിന് കാരണം മറ്റൊന്നുമല്ല, ആ ഫോട്ടോസ് അവിടെ വെക്കാൻ കാരണം തന്നെ ആനായിരുന്നു. അവൾ വാശി പിടിച്ചത് കാരണമാണ് കുറച്ച് നാളുകൾക്ക് മുന്നേ ചുവരിൽ നിറയെ തങ്ങളുടെ ഫോട്ടോസ് സ്ഥാനം പിടിച്ചത്. എന്നിട്ടിപ്പോൾ അവളുടെ അമ്മൂമ്മയുടെ ഒരു ചോദ്യം ദേവ് മനസ്സിൽ പറഞ്ഞു. ആ തൻ്റെ പേരെന്താന്ന് പറഞ്ഞത്? അവളുടെ ചോദ്യം കേട്ടേ ദേവ് മുഷ്ടി ചുരുട്ടി പിടിച്ചു നിന്നു. അതിനെന്താ താനിങ്ങനെ ചൂടാവുന്നത്? പേര് പറയാൻ പറ്റില്ലെങ്കിൽ പറയണ്ട. പിന്നെ ഫുഡ് എനിക്കിവിടെ കൊണ്ടുവന്നാൽ മതി. എനിക്ക് സ്റ്റെപ്പ് കയറി ഇറങ്ങാനൊന്നും പറ്റില്ല. ഓർമ്മയില്ലാത്ത എന്നെ കെട്ടി താൻ ഈ അവസ്ഥയിലാക്കില്ലേ? എനിക്ക് വയ്യ തൻ്റെ കുഞ്ഞിനെ വയറ്റിലിടാനും പ്രസവിക്കാനും ഒന്നും. അവൾ ദേഷ്യത്തോടെ പറയുന്നത് കേട്ടതും ദേവ് ഒന്നും മിണ്ടാതെ നടക്കാനൊരുങ്ങി. എടാ ഒന്ന് നിന്നേ. വീണ്ടും അവളുടെ വിളി കേട്ട് അവനൊന്ന് തിരിഞ്ഞു നോക്കി. എന്താ? താൻ കുടിക്കാറുണ്ടോ? തനിക്ക് ചെവിക്ക് വല്ല പ്രശ്നമുണ്ടോ? താൻ മദ്യം കഴിക്കുമെന്നാ ചോദിച്ചത്. എന്തേ? അവൻ ചോദിച്ചു. എനിക്കൊരു കുപ്പി ബിയർ കിട്ടാൻ വല്ല വഴിയുണ്ടോ? അവളുടെ ചോദ്യം കേട്ട് ദേവിൻ്റെ കിളി രാജ്യം വിട്ടുപോയി. താൻ കുടിക്കുന്നതിന് കരഞ്ഞ് മൂക്കം പിഴിഞ്ഞ് നടന്നിരുന്ന പെണ്ണ ഇപ്പൊ കണ്ടില്ലേ ബിയർ വേണമെന്ന്. അഹങ്കാരി. ചുമ്മാതല്ല ചേട്ടൻ തന്നെ ഇവളെ തട്ടാൻ നോക്കിയത്. എന്താടോ ഒന്നും മിണ്ടാത്തത്? നോ, ഇപ്പൊ മദ്യം കഴിക്കാൻ പറ്റില്ല. ഇപ്പൊ വേണ്ട, നാളെ ആയാലും മതി. നാളെയും പറ്റില്ല, അത് കുഞ്ഞിന് നല്ലതല്ല, അവൻ എങ്ങനെയോ പറഞ്ഞു. ഓ, താനും തൻ്റെ കുഞ്ഞും. അതെ, എനിക്ക് എൻ്റെ കുഞ്ഞു തന്നെയാ വലുത്. ആണോ? എന്നാൽ തൻ്റെ കുഞ്ഞിവിടെ വളരണോ വേണ്ടയോ എന്ന് ഞാനും തീരുമാനിക്കട്ടെ എന്നും പറഞ്ഞ് അവൾ ദേഷ്യത്തോട് ഡോർ വലിച്ചടച്ചു. ആൻ ഡോർ തുറക്ക്. തന്നോടല്ലേ ഞാൻ പറഞ്ഞത് ഞാൻ ആനല്ലെന്ന്? ശരി, ആനല്ലെങ്കിൽ വേണ്ട, പക്ഷെ നിന്റെ വയറ്റിൽ കിടക്കുന്നത് നിന്റെ കുഞ്ഞിലെന്ന് നിനക്ക് പറയാൻ പറ്റില്ലല്ലോ. എൻ്റെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ച പിന്നെ നീ എൻ്റെ മറ്റൊരു മുഖായിരിക്കും കാണുക എന്നും പറഞ്ഞവൻ ദേഷ്യത്തിൽ അവിടെ നിന്ന് പോയി. ഇതൊക്കെ കേട്ടതും അതിനകത്ത് നിന്ന് വയറിൽ പതിയെ തലോടിച്ചിരിക്കുകയായിരുന്നു. എൻ്റെ കുഞ്ഞ് ഇപ്പം അതുവരെ എത്തിയല്ലേ? വാവയുടെ പപ്പ പറഞ്ഞത് കേട്ടോ? ഇപ്പൊ പപ്പയ്ക്ക് വേണോന്ന്. നേരത്തെ എന്തൊക്കെയായിരുന്നു ദേവ് നാരായണൻ പറഞ്ഞത്? കുഞ്ഞിൻ്റെ മുഖം കാണാൻ ആഗ്രഹിക്കുന്നില്ല എന്ന്. നിങ്ങൾ ഈ കുഞ്ഞിനെ സ്നേഹിക്കും. കുഞ്ഞിനെ ഒന്ന് തൊടാൻ വേണ്ടി എൻ്റെ മുന്നിൽ വന്ന് കെഞ്ചും. നിങ്ങളുടെ കുഞ്ഞിൻ്റെ ഓരോ വളർച്ചയും തുടിപ്പും ദൂരം നിന്ന് കണ്ട് നിങ്ങൾ മനസ്സ് നേരുന്നത് എനിക്ക് കാണണം. എന്നിട്ടേ ഞാൻ നിങ്ങളുടെ പഴയ അനാവുകയുള്ളൂ. എനിക്ക് ഓർമ്മ തിരിച്ചു കിട്ടാൻ എൻ്റെ ഓർമ്മ ഒരിക്കൽ പോലും പോയിട്ട് വേണ്ടേ? ഡോക്ടറും ദേവേട്ടനും തമ്മിൽ ICUയിൽ വെച്ച് സംസാരിക്കുന്നത് കേട്ടിട്ടാണ് ഇങ്ങനൊരു ഐഡിയ മുന്നിൽ തെളിയുന്നത്. നിഷ്കളങ്കയായ ആനിൽ നിന്നും ആ പഴയ വൃന്ദയിലേക്കൊരു മടക്കം. ഇതാണ് വൃന്ദ. അവൾക്ക് ആരോടും സ്നേഹമോ ബഹുമാനമോ അറ്റാച്ച്മെൻറ്റോ ഒന്നുമില്ല. തൻ്റെ ഏട്ടനോടൊഴുകി. അവനായിരുന്നു തൻ്റെ എല്ലാം. പിന്നെ മനഃപൂർവ്വം ആനായി മാറിയായിരുന്നു. പപ്പ പറഞ്ഞു കൊടുത്ത ആനിനെ പോലെയായി. ആ എന്നെ അവളും സ്നേഹിച്ചു പോയി. പിന്നെ തൻ്റെ ദേവേട്ടൻ്റെ പാവം അന്നക്കൊച്ചായി ആ ജീവിതം ആസ്വദിച്ചു തുടങ്ങി. അതിനിടയിൽ ദേവ് സ്വന്തം കുഞ്ഞിനെ വെറുക്കുന്നു എന്നറിഞ്ഞപ്പോൾ അവൾ തകർന്നു പോയി. അതിനുള്ള കാരണം തനിക്ക് അറിഞ്ഞേ പറ്റൂ. തൻ്റെ കുഞ്ഞിനെ സ്നേഹിച്ചിട്ട് ഇനി തന്നെ സ്നേഹിച്ചാൽ മതി. അതൊക്കെയാണ് അവളെ ഇതുപോലെ ചെയ്യാൻ പ്രേരിപ്പിച്ചത്. വീണ്ടും ഒരു വേഷം കെട്ടൽ. ഒടുക്കം എവിടെയാണെന്നറിയില്ല. ചെയ്തു തീർക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ആൻ പാതി വഴിയിൽ നിർത്തിയിട്ട് പോയ കാര്യങ്ങൾ തനിക്ക് ചെയ്തു തീർക്കണം. അത് കണ്ട് അവളുടെ ആത്മാവ് സന്തോഷിക്കണം.